അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് അമലുകളുണ്ടല്ലേ. ഒന്നും രണ്ടും മൂന്നെണ്ണം ഒന്നുമല്ല, ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയതും എനിക്ക് സങ്കടമുണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നും ചോദിച്ചു വരുന്ന, അല്ലെങ്കിൽ ഇന്നും ആളുകൾ അന്വേഷിക്കുന്നത്, ഉസ്താദേ എൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ, ഉസ്താദേ എൻ്റെ ഭർത്താവ് മറ്റൊരുത്തൻ്റെ കൂടെ, ഉസ്താദേ എൻ്റെ മക്കൾ അവിഹിതത്തിൽ. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മൾക്ക് വേണ്ടപ്പെട്ട, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ കൂടെ കൂട്ടിയ ആളുകൾ മറ്റ് അവിഹിതങ്ങളുമായിട്ട്, മറ്റാളുകളുമായിട്ട് നമ്മളെ മാത്രം സ്നേഹിക്കേണ്ടവർ മറ്റാളുകളെയും സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴുണ്ടാക്കുന്ന വേദന, അത് വല്ലാത്തൊരു വേദനയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി തൻ്റെ മാതാവിനെയും തൻ്റെ പിതാവിനെയും എല്ലാവരെയും ഇട്ടെറിഞ്ഞ് വരെ പല ആളുകളും പോയി സ്നേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സ്നേഹം അവർക്കെന്തായില്ല, കിട്ടിയില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടാവുന്നത്. നിരന്തരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഉസ്താദെ അവിഹിതം, ഉസ്താദെ സ്നേഹിച്ചവൻ ചതിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിഹിതത്തിന് പറ്റിയ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ അമല് പറയാൻ ശരിക്കും ഉദ്ദേശിച്ചതല്ല, പക്ഷേ നിങ്ങൾ കേൾക്കണം മുഅ്മിനീങ്ങളെ. ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരിക്കുകയല്ലാതെ ഇനിയൊരു മാർഗ്ഗമില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചൊന്ന് പൊട്ടിക്കരയുകയുണ്ടായി. കരയുക എന്നൊന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഫോണിലൂടെയൊക്കെ ആർത്ത് അട്ടഹസിച്ച് പൊട്ടി പൊട്ടി തരിച്ച് കരഞ്ഞിട്ടാണ് ആ കുട്ടി പറയണത്. എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 15ഓളം വരുന്ന പവൻ സ്വർണം സഹായിക്കാൻ വേണ്ടി നൽകി. അദ്ദേഹത്തിന് ആ ഗോൾഡ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇന്ന് ആ പെണ്ണിൻ്റെ കൂടെ അയാളില്ല. അദ്ദേഹം ഇന്ന് ആ പെണ്ണിൻ്റെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സുഖങ്ങളൊക്കെ തേടി പോയി കഴിഞ്ഞു. ഇന്ന് ഈ മകൾ ഒറ്റക്കാ. ഇവൾക്ക് ആരുമില്ല. ഇവനെ നമ്പി, ഇവനെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ അവൾ തള്ളി പറഞ്ഞിരുന്നു. അവർ പോലും ഇന്ന് കൂടെ നിൽക്കാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവരുടെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ പലപ്പോഴും കുടുങ്ങിയിട്ടുണ്ടാവും. ജീവിതത്തിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയ ആളുകൾ പോലും നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും അല്ലേ. കല്യാണം കഴിഞ്ഞ് 1-2 വർഷം നല്ല റാഹത്തിൽ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആ ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്നും കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സഹിക്കുക? എങ്ങനെയാണ് നമ്മൾക്ക് സഹിക്കുക? അങ്ങനെയാണ് പല പല ആളുകളും അമലുകളൊക്കെ ചോദിച്ച് വരാറുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, നിങ്ങൾ എത്തരം ആളുകളാണിത് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക. ശ്രദ്ധിക്കുക, ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടി ഈ അമൽ ചെയ്യാതിരിക്കുക. 2, വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായി നല്ലൊരു നിയ്യത്തുണ്ടെങ്കിൽ മാത്രം ഈ അമൽ ചെയ്യുക. അവിഹിതം പല വിധത്തിലുണ്ടല്ലേ. ഭർത്താവിൽ നിന്നും പൊക്കുന്നതുണ്ട്, ഭാര്യയിൽ നിന്നും കണ്ടുവരുന്നതുണ്ട്, മക്കളിൽ നിന്നും കണ്ടുവരുന്നതുണ്ട്. നമുക്ക് പറയാൻ പറ്റുന്ന പറ്റാത്ത പല ബന്ധങ്ങളുണ്ട് അല്ലേ. അള്ളാഹു എല്ലാ അവിഹിതങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സ്നേഹമില്ലാതെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്ന ആ ദമ്പതികളുടെ ആ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ സ്നേഹം അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് അമലിലേക്ക് കടക്കാം. അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചാനലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അൽഹംദുലില്ലാ 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ചാനൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിൽ
മറ്റാർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇർബദ് മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുള്ള ആളുകൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ സജീവമാകാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ, പ്രിയസഖി ആരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അമൽ ചെയ്യാൻ പോകുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ ഈ അമൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ചില ആളുകളുണ്ടാവും, ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടു, പക്ഷേ ഇനി അടുത്ത വ്യാഴാഴ്ച വരെ എങ്ങനെ ഞാൻ കാത്തിരിക്കും ഉസ്താദേ? അടുത്ത വ്യാഴാഴ്ച വരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഞാൻ ഇനി എങ്ങനെ കാത്തിരിക്കും? എനിക്കതിന് കഴിയൂല. അത്രയും ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ടിട്ടാണ് ഉസ്താദ് ഇരിക്കുന്നത്. അത്രയും സമയം എനിക്ക് ഇരിക്കാൻ കഴിയൂല. ഞാൻ എത്രയും പെട്ടെന്ന് ആ അമൽ ചെയ്ത് നോക്കട്ടെ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഞാൻ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു അമൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൽ ഒരു സ്ത്രീ പറയാം, ഉസ്താദ് എനിക്ക് ഇനി കടം തിരിച്ചു തരാം എന്ന് പറഞ്ഞ ദിവസം ഇനി ആകെ 4 ദിവസമേ ഉള്ളൂ. പക്ഷേ ഈ അമൽ ചെയ്യാൻ ഞാൻ 4 ദിവസത്തിലേറെ കാത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഈ അമൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചൊരു സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിയാണ്, ചില ആളുകൾ ഇതിൻ്റെ ഷർത്തും ഫറലൊക്കെ ഒപ്പിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അത്യാവശ്യമാണോ, നിർബന്ധമായിട്ട് ഇത് കണ്ട് അപ്പം തന്നെ ചെയ്തേ പറ്റുമോ എന്നുള്ളവരാണോ, ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. ചെയ്യേണ്ടത് ഇന്ന സമയത്ത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ രാത്രിയോ നല്ല ശുദ്ധി വേണം, ഒളൂഹ് വേണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 101 അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം എന്ന് പാപമോചനം ചെയ്യാം. നിങ്ങൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് ഒരു 101 തവണ. ഇനി 101 തവണ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 21 തവണയോ അല്ലെങ്കിൽ 41 തവണയോ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ഒരു 101 തവണ ചൊല്ലിയതിന് ശേഷം നിസ്കരിക്കുക. 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത്. അപ്പോൾ ചോദിക്കും, ഖളാഹുൽ ഹാജത്ത് എന്താണെന്നുള്ളത്. ഞാൻ ഈ വീഡിയോ അമലുകൾ പറയാൻ തുടങ്ങിയ അത്രയും കാലവും എന്താണ് ഖളാഹുൽ ഹാജത്ത് എന്ന് ഞാൻ പറയാറുണ്ട്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല, 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി, എൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് പടച്ചോനെ ഇന്നാലിന്ന ആവശ്യം നിറവേറാൻ വേണ്ടി. എൻ്റെ ഭർത്താവ് വല്ലാതെ മോശമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലാഹ്, എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീകളുമായിട്ട് ഒരുപാട് അവിഹിതത്തിൽ കഴിയുകയാണ് അല്ലാഹ്, അതിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് പടച്ചോനെ നിനക്ക് വേണ്ടി ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചു. ഇതന്നെ നിസ്കാരം, മനസ്സിലായോ? 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് മനസ്സറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചോനെ ഇന്നാലിന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബേ ഞാൻ ഈ അമൽ ചെയ്യാൻ പോകുന്നത്, നീ വിജയിപ്പിക്കണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ദുആ എല്ലാത്തിൻ്റെ മരുന്നാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന അമലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇത് ചെയ്യുന്നത് ഒരു ഭാര്യയാണെന്ന് നിങ്ങൾ കരുതുക. ഇപ്പോൾ ഒരു സെമീറയാണ് നമ്മുടെ അമൽ ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുക. ഇനി സെമീറമാരുണ്ടെങ്കിൽ പൊന്നുമക്കളെ, ഞാനൊരു പേര് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, നിങ്ങളിനി അത് വേറൊന്നും കരുതണ്ട. ഒരു സെമീറ, ഒരു പേര് മാത്രമേ ഞാൻ പറഞ്ഞു. സെമീറ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ഭർത്താവിൽ നിന്നും നല്ല രീതിയിൽ സ്നേഹം ലഭിക്കാനും തൻ്റെ ഭർത്താവ് അവിഹിതത്തിലാണ് അത് തകരാനും വേണ്ടിയിട്ട് സെമീറക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സെമീറ എന്ത് ചെയ്യണം? സെമീറയുടെ ഭർത്താവിൻ്റെ പേര് എന്താണ്, ആ പേര് മനസ്സിൽ കരുതിയിട്ട് പറയാം, അള്ളാഹുവേ ഈ ആൾ പേരെടുത്ത് പറയണം കേട്ടോ. ഇപ്പോൾ ഒരു സിദ്ദീഖ് എന്ന് പറയുന്ന ആൾക്ക് പടച്ചോനെ അവിഹിതമുണ്ട്, അതെനിക്ക് തകർത്ത് തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പേരെടുത്ത് പറയാം. ഈ ആൾക്ക് അവിഹിതത്തിൽ കഴിയുന്ന ആളുടെ പേരറിയുമെങ്കിൽ, ഇപ്പോൾ സിദ്ദീഖ് വേറൊരു പെണ്ണിനായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ, ആ ആളുടെ പേരറിയുമെങ്കിൽ അത് കൂട്ടി പറയലാണ് ഏറ്റവും നല്ലത്. ഇന്നാലിന്ന ആൾ റബ്ബെ ഇന്നാലിന്ന വഴിയിൽ നിന്നൊന്ന് പിരിച്ചു തരണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഈ സിദ്ദീഖിന് എത്ര വയസ്സുണ്ട് നോക്കുക. ഇപ്പോൾ ഒരു 42 വയസ്സുള്ള സിദ്ദീഖാണെങ്കിൽ
നിങ്ങളൊരു പേപ്പറിൽ മഷി കൊണ്ട് സിദ്ദീഖിൻ്റെ പേര് ഒന്നും വേണ്ട, മലയാളത്തിൽ എഴുതിയാൽ മതി, അറബി ഒന്നും വേണമെന്നില്ല, സിദ്ദീഖ് എന്ന് എഴുതുക. എത്ര വയസ്സുണ്ടോ അത്രയും തവണ എഴുതണം കേട്ടോ, അത് എഴുതുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പെണ്ണിൻ്റെ പേര് അറിയുമെങ്കിൽ ആ പെണ്ണിൻ്റെ വയസ്സ് എത്രയാണോ അത്രയും തവണ അത് എഴുതുക. അറിയുമെങ്കിൽ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത കമൻറ്റ്, ഉസ്താദേ എനിക്ക് വയസ്സറിയില്ല ഞാൻ എന്ത് ചെയ്യും, ഉസ്താദേ എനിക്ക് പേരറിയില്ല ഞാൻ എന്ത് ചെയ്യും, പേരും വയസ്സും അറിയില്ല നിങ്ങളത് ചെയ്യണ്ട, ആ ഒരു ഭാഗങ്ങൾ ചെയ്യേണ്ട, മനസ്സിലായോ? അറിയുന്നവർ എഴുതിയിട്ട് എന്ത് ചെയ്യുക, വയസ്സ് എത്രയാണോ അതിനനുസരിച്ച് എഴുതുക. ഭർത്താവിൻ്റെ പേര് അത് എത്ര തവണയാണോ എത്ര വയസ്സാണോ അത്രയും തവണ എഴുതുക. അപ്പുറത്ത് മറ്റേ പെണ്ണിൻ്റെ പേര് എത്ര വയസ്സാണോ അത്രയും തവണ എഴുതുക. ഇത് എഴുതി അവിടെ കയ്യിൽ പിടിച്ചതിന് ശേഷം അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്, എന്താണ്? യാ മാനിഉ യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ വളരെ പവർഫുള്ളായൊരു ഇസ്മാണ്. അള്ളാഹു എല്ലാത്തിൽ നിന്നും തടയുന്നവനാണ്, അതറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ട് യാ മാനിഉ യാ അല്ലാഹ് എന്ന് 313 തവണ, എങ്ങനെയാ 313 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, ചൊല്ലണം. യാ മാനിഉ യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ് എന്ന് 313 തവണ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിലുള്ള ഈ പേപ്പർ കൈ പിടിച്ചിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ. ചൊല്ലിയിട്ട് പറയാം, പടച്ചോനെ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബെ എന്തെങ്കിലും ഒരു കാരണം ഇട്ടുകൊണ്ട് നീ പിരിച്ചു തരണം അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് നീയത്ത് വെച്ചിട്ട് ദുആ ചെയ്യുക. ഇത്രയും തവണ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പിറ്റേന്ന്, അതായത് നിങ്ങളിപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പിറ്റേന്ന് രാവിലെ ഈ പേപ്പർ എന്ത് ചെയ്യുക, നേരെ ചുരുട്ടിയിട്ട് അടുപ്പിലിട്ട് കത്തിക്കുക. ഈ പേപ്പർ അടുപ്പിലിട്ട് ചുരുട്ടി കത്തിക്കുക. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പേരെഴുതിയിട്ടല്ലേ ഉള്ളൂ. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, അടുപ്പിലിട്ട് കത്തിക്കുക. ഇങ്ങനെ എത്ര ദിവസം ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആരെയാണോ അവിഹിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ മോശം ക്യാരക്ടറിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്, ഭർത്താവ് 41 വയസ്സുള്ള ഭർത്താവിനെയാണെങ്കിൽ 41 ദിവസം ഈ അമല് ചെയ്യണം. ഇനി 30 വയസ്സുള്ള ഭർത്താവിനെയാണ് നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനുള്ളത്, 30 ദിവസം ചെയ്യണം. ദിവസം വയസ്സിനനുസരിച്ചാണ് നമ്മളിത് എത്ര ദിവസം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. എത്ര വയസ്സുണ്ടോ ഭർത്താവിന്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും ദിവസമാണ് ഇത് ചെയ്യാനുള്ളത്. ഞാൻ പറയണത് ഇപ്പോൾ ടോട്ടൽ മനസ്സിലായോ? ഒറ്റ വട്ടം കൂടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വലിയ വിശദീകരണം ഇല്ലാതെ ഒറ്റ വട്ടം അല്ലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക, 101 അസ്തഗ്ഫിറുല്ലാ ചൊല്ലുക. ശേഷം എത്രയാണോ വയസ്സ് അതിനനുസരിച്ച് ആ പേര് എഴുതുക, രണ്ടാളെയും പേര് എഴുതുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവെ ഇന്നാലിനാളിൽ നിന്നും എനിക്ക് വേർപ്പെടുത്തി തരണം റബ്ബേ, അവരെ ബന്ധം തകർത്ത് തരണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അസ്മാഉൽ ഹുസ്നയിലെ 313 തവണ യാ മാനിഉ യാ അല്ലാഹ് എന്ന് ഈ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ചൊല്ലുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പിറ്റേന്ന് രാവിലെ ഉറങ്ങി നീച്ചതിന് ശേഷം ഈ പേപ്പർ അടുപ്പിലിട്ട് കത്തിക്കുക. തലേന്നത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. വളരെ സിമ്പിളല്ലേ, ആർക്കും ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്കൂ. വർഷങ്ങളായിട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന, ഒരുപാട് വർഷങ്ങളായിട്ട് സഹിക്കാൻ കഴിയാതെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സങ്കടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇത് ചെയ്യൂ. നിങ്ങൾക്കറിയോ, ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വന്ന കോളുകളിൽ ഓൺലൈൻ കൺസൾട്ടിങ് എടുത്തവരിൽ കൂടുതലും പടച്ച റബ്ബേ തൻ്റെ ഭർത്താവിൻ്റെ മോശം സ്വഭാവവും തൻ്റെ ഭാര്യയുടെ മോശം സ്വഭാവവും പറഞ്ഞ് സങ്കടപ്പെട്ട ആളുകളുടെ കഥകളാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം അമലുകളൊക്കെ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ അമല് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതുകൊണ്ട് അള്ളാഹു ഫലം നൽകട്ടെ. എത്ര വലിയ കടുത്ത ബന്ധമാണെങ്കിലും, എത്ര വലിയ തീർത്താ തീരാത്ത മോശപ്പെട്ട ബന്ധമാണെങ്കിലും അള്ളാഹു യാ മാനിഉ യാ അല്ലാഹ് എന്നുള്ള ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇത് ചെയ്യാൻ തീരുമാനിച്ച ആളുകൾക്ക്, അത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു പരിപൂർണമായ ഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിൻ്റെ ഫളല് കൊണ്ട്, റബീഉൽ അവ്വലിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആദരവായ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ എല്ലാ മോശം സ്വഭാവങ്ങളും അള്ളാഹു ചങ്ങലയിൽ ബന്ധിപ്പിച്ചതുപോലെ നമ്മളിൽ നിന്നും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാൻ വരുന്ന ആളുകൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.